കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് മെജോറിറ്റി ഓഫ് ഷെയർസ് ആർ ഹെൽഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ആണ് മെജോറിറ്റി ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഗവൺമെൻറ് കമ്പനി എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്താണ്? ലിമിറ്റഡ് നമ്പർ മാത്രമാണ്. അതേപോലെ പബ്ലിക് ഈസ് നോട്ട് ഇൻവൈറ്റഡ്. നോർമലി ഇതിൽ പബ്ലിക്കിനെ എന്ത് ചെയ്യുന്നില്ല? ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇത്തരം കമ്പനിയുടെ കേസിൽ പ്രൈവറ്റ്ലി എന്ത് ചെയ്യാണ്? ഷെയർസുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല ഇത്തരം കമ്പനികളിലേക്ക്. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ഓൺ ദി ബേസ് ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതായത് ഒന്നാമത്തത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, അടുത്ത കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്. ഇങ്ങനെ 3 ടൈപ്പാണ് ബേസ്ഡ് ഓൺ ലാബിലിറ്റി കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പനി ഇൻ വിച്ച് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ്. അതായത് അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആകുന്നതെങ്കിൽ അതിനെന്ത് പറയും? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയും. ഓക്കെ, ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ദി ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു എമൗണ്ട് ദേ പ്രോമിസ് ടു കോൺട്രിബ്യൂട്ട്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രോമിസ് ചെയ്യുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമ്പനിയുടെ ലാബിലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നതെങ്കിൽ അതിനെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ വരുന്നത് എന്താണ്? അൺലിമിറ്റഡ് കമ്പനിയാണ്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പനി ഇൻ വിച്ച് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് നോട്ട് ലിമിറ്റഡ്. ലാബിലിറ്റി ലിമിറ്റഡ് അല്ലെങ്കിൽ അതിനെ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയും. ഓക്കെ, ലിമിറ്റഡ് ബൈ ഷെയർസ് ആകുമ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആകുന്നത് ടു ദി അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ആണ്. ഓക്കെ, അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയറിൻ്റെ അൺപെയ്ഡ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലിമിറ്റഡ് പറയുന്നതെങ്കിൽ. ഇനി രണ്ടാമത്തത് എന്താണ്? ഗ്യാരണ്ടിയാണ്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മെമ്പേഴ്സ് ഇത് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രോമിസ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയാണ്. ഇനി അടുത്ത അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് അല്ല, അതിനെ നമ്മൾ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ 1 person കമ്പനി. 1 person കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 1 person കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പനി ഇൻ വിച്ച് ദർ ഈസ് ഓൺലി 1 member. ഒരു മെമ്പർ മാത്രമാണ് ആ കമ്പനിയിൽ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ 1 person കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് എനദർ കമ്പനി ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. ഓക്കെ, വേറൊരു കമ്പനിക്ക് ഈ ഒരു കമ്പനിയിൽ എന്തുണ്ട്? പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. അതായത് ഒരു 20 to 50% വരെ വോട്ടിംഗ് റേറ്റ് ഒക്കെ വരുന്ന അത്തരത്തിൽ വേറൊരു കമ്പനിക്ക് ഈ കമ്പനിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. ഇനി അടുത്ത വരുന്നത് ഡോർമെന്റ് കമ്പനിയാണ്. ഡോർമെന്റ് കമ്പനി, അതായത് ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു ഇനാക്റ്റീവ് കമ്പനിയാണ് ബട്ട് രജിസ്റ്റേർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ ഇപ്പം നിലവിൽ എന്താണ്? ഇത് ഇനാക്റ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയെ നമ്മൾ എന്ത് പറയും? ഡോർമെന്റ് കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത വരുന്ന സ്മോൾ കമ്പനിയാണ്. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പനി ഇൻ വിച്ച് ഇറ്റ് ഹാസ് എ സ്മോൾ ക്യാപിറ്റൽ ആൻഡ് ലിമിറ്റഡ് ടേൺ ഓവർ. അതായത് ക്യാപിറ്റൽ എന്താണ്? സ്മോൾ ആണ്. അതേപോലെ തന്നെ ലിമിറ്റഡ് ടേൺ ഓവർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ സ്മോൾ കമ്പനി എന്ന് പറയും. കമ്പനിയുടെ ടേൺ ഓവർ എന്താണ്? ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ചെറുതാണ്, സ്മോൾ ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്മോൾ കമ്പനി എന്ന് പറയും.
ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക്. അതിൽ തന്നെ മനസ്സിലാവും അത് പബ്ലിക്കിന് ഓപ്പൺ ആക്കിയിട്ടുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു പബ്ലിക്. ഓക്കെ, ഇത് പബ്ലിക്കിൽ എന്തല്ല, ഓപ്പൺ അല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം മെമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 7 മെമ്പറാണ്. ഇറ്റ് ഹാസ് മിനിമം 7 മെമ്പേഴ്സ്. എന്നാൽ പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ മിനിമം 2 മെമ്പേഴ്സാണ്. മിനിമം എത്രയാണ്, 2 മെമ്പേഴ്സാണ്. ഇനി അടുത്ത പബ്ലിക് കമ്പനിയുടെ ഡിഫറൻസ് എന്താണ്, ഇറ്റ് ഹാസ് നോ മാക്സിമം ലിമിറ്റ്. മാക്സിമം ലിമിറ്റ് എത്രയാകാം പബ്ലിക് കമ്പനിയുടെ കേസിൽ, എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മാക്സിമം എത്ര മെമ്പർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, 200 മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രൈവറ്റ് കമ്പനിയുടെ ഡിഫറൻസ് വരുന്നത്. പബ്ലിക് കമ്പനി ആകുമ്പോൾ അവിടെ മാക്സിമം ലിമിറ്റ് ഇല്ല, പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ 200 മെമ്പേഴ്സാണ്. ഇനി പബ്ലിക് കമ്പനി ഇറ്റ് ഹാസ് മിനിമം 3 ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനിയുടെ കേസിൽ അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. എന്നാലോ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായാൽ മതി, 2 ഡയറക്ടേഴ്സ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് പ്രൈവറ്റ് കമ്പനിയുടേത് വരുന്നത്. ഓക്കെ, മറ്റൊരു ഡിഫറൻസ്. ഇനി പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പബ്ലിക് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പ്രൈവറ്റ് കമ്പനിയോ ഇറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രൈവറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ചെയ്യാത്തതിനെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് യൂസസ് ദി വേർഡ് ലിമിറ്റഡ്. പബ്ലിക് കമ്പനി വേർഡ് ലിമിറ്റഡ് എന്നാണ്, പബ്ലിക് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുക. എന്നാൽ പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, PVT ലിമിറ്റഡ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. ഇനി പബ്ലിക് കമ്പനി നിർബന്ധമായിട്ടും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കണം, ഇറ്റ് മസ്റ്റ് ഇഷ്യൂ പ്രോസ്പെക്ടസ്. എന്നാൽ പ്രൈവറ്റ് കമ്പനിയോ ഇറ്റ് ഈസ് നീഡ് നോട്ട് ഇഷ്യൂ പ്രോസ്പെക്ടസ്. ഒരു പ്രൈവറ്റ് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഇനി ഇറ്റ് ഹാസ് മോർ ലീഗൽ ഫോർമാലിറ്റി. പബ്ലിക് കമ്പനിയുടെ കേസിൽ കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണ്, കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ ഡോക്യുമെൻ്റ്. ഒരു നോർമലി ഇതെന്താണ്, ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് കാണിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇൻ ദി കമ്പനി. ഒരു കമ്പനിയിലേക്കുള്ള ഷെയർസിനെയും അതേപോലെ ഡിബെഞ്ചേഴ്സിനെയും ക്ഷണിച്ചുകൊണ്ടുള്ളൊരു ഓഫർ കാണിച്ചുകൊണ്ടുള്ളൊരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോസ്പെക്ടസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇൻ ദി കമ്പനി. ഓക്കെ, ഇതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് എ കമ്പനി സെൽസ് ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ജനറൽ പബ്ലിക് ഫോർ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ജനറൽ പബ്ലിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർസിനെ സെല്ല് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിലേക്ക് ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് സെയിൽ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. ഇനി അടുത്തത് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഗവേൺഡ്. ഓക്കെ, ഒരു കമ്പനിയുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട ചില സിസ്റ്റംസ് അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ചില പ്രോസസ്സ് ഉൾക്കൊള്ളുന്നതാണ് എന്ത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റിവേഴ്സ് ടു ഫണ്ട് റേസ്ഡ് ബൈ എ കമ്പനി
ടു ഇഷ്യൂ ഷെയർസ് ടു ദി ജനറൽ പബ്ലിക്. ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് രജിസ്റ്റേർഡ് ക്യാപിറ്റലാണ്. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇൻ വിച്ച് ദി കമ്പനി രജിസ്റ്റേർഡ്, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ക്യാപിറ്റലിനെ നമ്മൾ എന്ത് പറയും? രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോമിനൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നും ഇതിനെ അറിയപ്പെടും. ഓക്കെ, ഇനി രണ്ടാമത്തെ വരുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ഇത്. പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള പാർട്ട് ഓഫ് ഷെയറിനെ നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇനി അടുത്ത വരുന്നത് റിസർവ്ഡ് ക്യാപിറ്റലാണ്. റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് കോൾഡ് ബൈ ദി കമ്പനി എക്സെപ്റ്റ് ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഈ ഒരു ക്യാപിറ്റലിനെ ഒരു കമ്പനി പൂട്ടുന്ന സമയത്തല്ലാതെ, വൈൻഡിങ് അപ്പിൻ്റെ സമയത്തല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ വിളിക്കുന്നില്ലെങ്കിൽ, കോൾ ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ ഇൻ വിച്ച് നോട്ട് കോൾഡ് ബൈ ദി കമ്പനി എക്സെപ്റ്റ് ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, അതിനെയാണ് നമ്മൾ റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ദി പബ്ലിക്. ഓക്കെ, പബ്ലിക് എന്ത് ചെയ്യുന്നു? സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇഷ്യൂ ചെയ്തതിൽ നിന്നും, അതായത് ഇഷ്യൂ ചെയ്തത് കമ്പനി ഇഷ്യൂ ചെയ്ത് സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതിൽ നിന്നും പബ്ലിക് എത്രയാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിനെ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അടുത്തത് വരുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് വിച്ച് ദി ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. അതിൽ എത്ര ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കോൾ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ വരുന്നത്. അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്നും കമ്പനി എത്ര കോൾ ചെയ്തു അതിനെ കാണിക്കുന്നതാണ് എന്ത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. എത്രയാണോ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തത് അതിനെ കാണിക്കുന്നതാണ് എന്ത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ദോസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് സ്വീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദൻ ക്യാഷ്. ക്യാഷ് അല്ലാത്ത രൂപത്തിലുള്ള വേറെ എന്തെങ്കിലും പകരമായിട്ട് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു ദി ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, ക്യാഷ് അല്ലാത്തതിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആണെന്ത്? സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, വാട്ട് ആർ ഇറ്റ്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദി പർപ്പസ് ഓഫ് കമ്പനി ആൻഡ് സ്പെസിഫൈ ദി റെഗുലേഷൻ ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു കമ്പനിയുടെ പേർപ്പസ് എന്താണ്, ലക്ഷ്യമാണ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ റെഗുലേഷൻസ്, അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നും കാണിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്സ് കണ്ടെയ്നിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ ദി കമ്പനി ഫോർ ഇറ്റ്സ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, ആന്തരികമായിട്ടുള്ള മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ്? എക്സിക്യൂഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്ട്സ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഡിവിഷൻസ്, പേയ്മെൻറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ, ജനറൽ മീറ്റിംഗ്സ്, അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്,
കോൾസ് ഓൺ ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, വോട്ടിംഗ് റേറ്റ് ഓഫ് ഷെയർസ്, അതേപോലെ സീൽ ഓഫ് ദി കമ്പനി, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, പ്രോക്സി ആൻഡ് ദെയർ അപ്പോയിൻമെൻറ്റ്, ഡിവിഡൻഡ് ആൻഡ് റിസർവ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രൊസീഡിങ്സ് ഓഫ് ദി ബോർഡ്, വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, ഇങ്ങനെയുള്ള കുറേ കണ്ടൻറ്റുകൾ ഉൾപ്പെടുന്നതാണ് എന്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. മെമ്മറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത്. അതായത് മെമ്മറാണ്ടവും അതേപോലെ ആർട്ടിക്കിൾസും. ഇതിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെയിൻ ഡോക്യുമെൻറ്റ് ഓഫ് ദി കമ്പനി, ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മറാണ്ടം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ മെമ്മറാണ്ടം എന്നതിൻ്റെ സബ്സിഡിയറി ഡോക്യുമെൻ്റ് ആണ്. ഇനി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ചാർട്ടർ ഓഫ് ദി കമ്പനി. എന്നാൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെഗുലേഷൻ ഫോർ ഇൻറ്റേർണൽ മാനേജ്മെൻ്റ് ആണ്. ഒരു ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള റെഗുലേഷനാണ് ആർട്ടിക്കിൾസ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മെമ്മറാണ്ടം എന്താണ്? ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി കമ്പനീസ് ആക്ട് ഓൺലി. കമ്പനീസ് ആക്ട് ആണ് ഇത് ഗവേൺ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ആർട്ടിക്കിൾസ് ഗവേൺഡ് ബൈ മെമ്മറാണ്ടം ആൻഡ് കമ്പനീസ് ആക്ട്. ഇനി മെമ്മറാണ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആൾട്ടർ ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് എന്നുള്ള. ഇറ്റ് കനോട്ട് ബി ആൾട്ടേർഡ് വെരി ഈസിലി. എന്നാൽ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ആൾട്ടേർഡ് വെരി ഈസിലി. അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മെമ്മറാണ്ടം എന്നതിൽ ലെസർ ക്ലോസസ് ആണുള്ളത്. എന്നാൽ ഈ ഒരു ആർട്ടിക്കിൾസിൽ കുറേ ക്ലോസസ് ഉണ്ട്. കണ്ടെയ്ൻസ് മോർ ക്ലോസസ് എന്നുള്ളതാണ് മറ്റൊരു ഡിഫറൻസ് വരുന്നത്. ഇനി മെമ്മറാണ്ടം ഡിഫൈൻസ് ഒബ്ജക്റ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, ലക്ഷ്യം എന്താണ്, അതേപോലെ കമ്പനിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ ആർട്ടിക്കിൾസ് മെൻഷൻ വേസ് ആൻഡ് മീൻസ് ഓഫ് അച്ചീവിങ് ഒബ്ജക്റ്റ് ഇൻ ദി മെമ്മറാണ്ടം. ഒരു മെമ്മറാണ്ടത്തിൽ പറയുന്ന ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാനുള്ള വേസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഇനി മെമ്മറാണ്ടം എന്ന് പറയുന്നത് ഇറ്റ് റെഗുലേറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ജനറൽ പബ്ലിക്. ഒരു ജനറൽ പബ്ലിക്കും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു. എന്നാൽ ആർട്ടിക്കിൾസോ ഇറ്റ് റെഗുലേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്നുള്ളതാണ്. അതായത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഡൺ കോൺട്രറി ടു ഓർ ഇൻ എക്സസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓർ മെമ്മറാണ്ടം ഈസ് ടേംഡ് ആസ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ്. അതായത് നമ്മുടെ മെമ്മറാണ്ടത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് എതിരായിട്ടോ പ്രവർത്തിക്കുന്നതിനെയാണ്, ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് ഇതിൽ വരുന്നത്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നു. അതായത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എവരി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദി കമ്പനി ഈസ് ഡീംഡ് ടു നോ ദി കണ്ടൻറ്റ് ഓഫ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾസിൻ്റെയും മെമ്മറാണ്ടത്തിൻ്റെയും കണ്ടൻറ്റിനെ എല്ലാ കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, എവരി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദി കമ്പനി ഈസ് ഡീംഡ് ടു നോ ദി കണ്ടൻറ്റ് ഓഫ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയും. ഇനി അടുത്ത് വരുന്ന വാട്ട് ഈസ് ഓർഡിനറി റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ വിച്ച് റിക്വയർ എ സിംഗിൾ മെജോറിറ്റി ദാറ്റ് ഈസ് ദി വോട്ട്സ് ഇൻ ഫേവർ ഷുഡ് എക്സീഡ് ദി വോട്ട്സ് ഇൻ അഗെയിൻസ്റ്റ് ദി റെസൊല്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ റെസൊല്യൂഷന് എതിരായിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ടായിരിക്കണം? ഇവിടെ വോട്ട് ഫേവറായിട്ട് വരുന്നതിന് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് വൺ വിച്ച് റിക്വയർ എ സിംഗിൾ മെജോറിറ്റി ദാറ്റ് ഈസ് വോട്ട്സ് ഇൻ ഫേവർ ഷുഡ് എക്സീഡ് ദി വോട്ട്സ് എഗെയിൻസ്റ്റ് ദി. ഓക്കെ, റെസൊല്യൂഷന് എതിരായിട്ട് വരുന്നതിനേക്കാളും ഫേവറായിട്ട് എന്തിന് നമുക്ക് വോട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് കോറം. കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ദി കോറം ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഷാൾ ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത്. ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/3 ഭാഗം അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. ഇതിൽ ഏതാണോ കൂടുതൽ വരുന്നത്
അതെന്തായിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 ആൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ വരുന്നത്. ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ 1/3 ഭാഗം എടുക്കുന്നു, അതാണ് കൂടുതലെങ്കിൽ ആ 1/3 ഭാഗം പ്രസൻ്റ് ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സെങ്കിലും മിനിമം എന്തിലായിരിക്കണം, ഒരു മീറ്റിങ്ങിന് ഉണ്ടായിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കോറം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് മീറ്റിംഗ്? ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ റിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അതിൽ വരുന്ന ഒന്നാമത്തെ പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ മീറ്റിംഗ്. മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോർമലി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മീറ്റിംഗ് എന്ത് ചെയ്യുന്നത്, കൺവിൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, വിളിച്ചു ചേർക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഡയറക്ടേഴ്സ് വിളിച്ച് ചേർത്തിട്ടില്ലെങ്കിൽ ദി ട്രിബ്യൂണൽ ഈസ് ദി പ്രോപ്പർ അതോറിറ്റി. അങ്ങനെ ഡയറക്ടേഴ്സ് വിളിച്ച് ചേർത്തിട്ടില്ലെങ്കിൽ അവിടെ ട്രിബ്യൂണലാണ് എന്ത്, അതിൻ്റെ പ്രോപ്പർ അതോറിറ്റി എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് നോട്ടീസ് ഓഫ് മീറ്റിംഗ് ആണ്. ഓക്കെ, ഒരു മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്താണ്, അവിടെ ഒരു പ്രോപ്പർ നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം, മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം എന്നതാണ് രണ്ടാമത്തെ എന്ത് വരുന്നത്, വാലിഡ് റിക്വസിറ്റ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്ന കോറമാണ്. കോറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദി മീറ്റിംഗ് ഫോർ വാലിഡിറ്റി ഓഫ് ദി മീറ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു 1/3 ഉണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വരേണ്ട കോറം എത്രയാണെന്നുള്ളത്, എത്രയാണ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര ഉണ്ടാകണം എന്നുള്ളതാണ് കോറം കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്താണ് ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്. ഓക്കെ, ദി ചെയർമാൻ ഈസ് എ പേഴ്സൺ ഹു പ്രിസൈഡ്സ് ദി മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു ചെയർമാൻ ഉണ്ടായിരിക്കണം. ആ ചെയർമാനാണ് ആ മീറ്റിംഗ് എന്ത് ചെയ്യേണ്ടത്, അധ്യക്ഷത വഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ചെയർമാൻ എന്താണ്, നെസസറി ആണ് എന്നുള്ളതാണ് മറ്റൊരു റിക്വസിറ്റ്സ് വരുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ കേസിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ്? ഓക്കെ, മീറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ വരുന്നത് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സ് മസ്റ്റ് ഹോൾഡ് ദെയർ മീറ്റിംഗ് ആസ് ഫ്രീക്വൻ്റ്ലി ആസ് പോസിബിൾ. ദിസ് ഇസ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് എന്നാണ് ഇതിനെ പറയാം. അപ്പോൾ ഒന്നാമത്തെ ഒരു മീറ്റിംഗ് എന്താണ്, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇനി രണ്ടാമത്തത് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് 3 തരത്തിലാകാം. ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, ഇങ്ങനെ 3 തരത്തിൽ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആകാം. ഇനി മൂന്നാമത്തെ വരുന്ന മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ്, കമ്പനി കോൾഡ് ദി മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദി കമ്പനി പ്രൊപ്പോസസ് ടു മേക്ക് ദി സ്കീം ഫോർ അറേഞ്ച്മെൻറ്റ് വിത്ത് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. അത് ക്രെഡിറ്റേഴ്സുമായിട്ട് അവരുടെ പേയ്മെൻറ്റിന് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് കമ്പനി വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് വരുന്നത് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. അത് കമ്പനി മേ കോൾ ദി മീറ്റിംഗ് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഗെറ്റ് ദെയർ അപ്രൂവൽ ഫോർ മേക്കിംഗ് എനി ചേഞ്ചസ് ഇൻ ദെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവർ തമ്മിലുള്ള, കമ്പനിയും ഡിബഞ്ചർ ഹോൾഡേഴ്സും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത്തരം കേസിൽ കമ്പനി വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 മീറ്റിംഗ് ആണ് നോർമലി കൈൻഡ്സ് ആയിട്ട് വരുന്നത്, മീറ്റിങ്ങിൻ്റെ കൈൻഡ്സ് എന്ന് പറയുന്നത്, കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് വരുന്നത്. ഒന്നാമത്തെ പറഞ്ഞ എന്താണ്, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, രണ്ടാമത്തെ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മൂന്നാമത്തെ ക്രെഡിറ്റേഴ്സ്, ദെൻ നാലാമത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി അടുത്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇറ്റ് ഈസ് എ റെസൊല്യൂഷൻ വിച്ച് ഈസ് പാസ്ഡ് ബൈ ദി ലീസ്റ്റ് 3/4 മെജോറിറ്റി ഓഫ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഷോ ഓഫ് ഹാൻഡ്സ് ഓർ ഇലക്ട്രോണിക്കലി എന്നുള്ളതാണ്. അതായത് ഇവിടെ അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, 3/4 മെജോറിറ്റി ഓഫ് വോട്ട്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റെസൊല്യൂഷനെയാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3/4 ഉണ്ടായിരിക്കണം. 4/3 ഭാഗം മെജോറിറ്റി വോട്ട് മെമ്പേഴ്സിൻ്റെ വോട്ട് ഉണ്ടെങ്കിൽ അത്തരം റെസൊല്യൂഷനെയാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈറ്റ് എ നോട്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി.
വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് തയ്യാറാക്കാനാണ് നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്, പേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, ഇതിനെ നമ്മൾ ലിക്വിഡേഷൻ എന്നും അറിയപ്പെടും. നോർമലി എപ്പോഴാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്? മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് നോർമലി 2 തരത്തിലാണ് വൈൻഡിങ് അപ്പ് വരുന്നത്. വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണലും അതേപോലെ വൈൻഡിങ് അപ്പ് ബൈ വളണ്ടറി വൈൻഡിങ് അപ്പും 2 തരത്തിലാണ് വൈൻഡിങ് അപ്പ് വരുന്നത്. അത് വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ വരുന്നത് എന്തൊക്കെയാണ്? ഇൻ കേസ് ഓഫ് കമ്പനി ഡസ് നോട്ട് പേ ഡെപ്റ്റ് എമൗണ്ട് എക്സീഡിങ് 1 lakh rupee. അതേപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഫെയിൽസ് ടു സബ്മിറ്റ് ആനുവൽ റിട്ടേൺ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് 5 financial years. Then formation of companies for any unlawful purpose. In case of companies formed in a fraudulent manner. In case of sick companies, if no revival and rehabilitation done. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാവുമ്പോൾ അത് ട്രിബ്യൂണൽ തന്നെ വൈൻഡിങ് അപ്പ് നടത്തും. ഓക്കെ, അതായത് ഡെപ്റ്റ് പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേണിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അൺലോഫുൾ പർപ്പസിന് വേണ്ടി കമ്പനി രൂപീകരിക്കുകയോ ഫ്രോഡുലൻ്റ് മാനർ ആകുന്ന സമയത്ത് അങ്ങനെയുള്ള കമ്പനിയുടെ അതേപോലെ സിക്ക് കമ്പനിയുടെ കേസിലൊക്കെ എന്ത് ചെയ്യും? ട്രിബ്യൂണൽ തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു? വൈൻഡിങ് അപ്പ് നടത്തുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു മോഡ് വരുന്നത്. രണ്ടാമത്തെ മോഡ് എന്താണ്? വളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് ബൈ ദി കമ്പനി മെമ്പേഴ്സാണ്. അതിൻ്റെ മെമ്പേഴ്സ് തന്നെ എന്താണ്? ട്രിബ്യൂണലിൻ്റെ ഇടപെടലില്ലാതെ മെമ്പേഴ്സ് തന്നെ സ്വമേധയാ അവർ വൈൻഡിങ് അപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വളണ്ടറി വൈൻഡിങ് അപ്പ്. സ്വമേധയാ എന്ത് ചെയ്യാണ്? ഇവിടെ വൈൻഡിങ് അപ്പ് നടത്തുകയാണ്. ഓക്കെ, ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓഫീസർ ഹു ഈസ് സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ടു വൈൻഡിങ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി വൈൻഡിങ് അപ്പ് നടത്താൻ പൂട്ടാൻ എന്താണ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ്, ഓഫീസറെയാണ് നമ്മൾ ആയിട്ട് അറിയപ്പെടുന്നത് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഓഫീസർ ഹു ഈസ് സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ടു വൈൻഡിങ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത് വാട്ട് ആർ ദി പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് അതേപോലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ടു വെരിഫൈ ദി ക്ലെയിംസ് ഓഫ് ഓൾ ക്രെഡിറ്റേഴ്സ് ആൻഡ് കൺസോളിഡേറ്റ് ദം, ടു ടേക്ക് ഇൻ ടു ഹിസ് കസ്റ്റഡി ഓഫ് ഓൾ അസറ്റ്സ് പ്രോപ്പർട്ടീസ്, ടു ഇവാലുവേറ്റ് ദി അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി കോർപ്പറേറ്റ് ഡെപ്റ്റർ. ദെൻ നെക്സ്റ്റ് to invite, settle claim of creditors, employees or any other claimant, to sell the whole of the undertaking of the company as going concern, to raise any money required for security of the assets of the company. ഇതൊക്കെ എന്താണ്? ഈ ഒരു ലിക്വിഡേറ്ററുടെ പവേഴ്സും ഡ്യൂട്ടീസുമാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് ഒന്നാമത്തെ വരുന്നത് എന്താണ്? മൊത്തം ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്ത് അത് കൺസോൾഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ അസറ്റുകളും അതേപോലെ പ്രോപ്പർട്ടീസൊക്കെ കസ്റ്റഡിയിൽ എടുക്കണം. അതേപോലെ തന്നെ അസറ്റ് ഇവാലുവേറ്റ് അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്ററുടെ അസറ്റും അതേപോലെ പ്രോപ്പർട്ടീസും ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ വരുന്ന പോയിൻറ്റ്സുകളാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള എന്താണ്? ഹു ഈസ് പ്രൊമോട്ടർ? ഹു ഈസ് എ പ്രൊമോട്ടർ? ആരാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എ പ്രൊമോട്ടർ ഈസ് എ firm or a person who does the preliminary work related to the formation of company. ഒരു കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിമിനറി വർക്ക് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. എ പ്രൊമോട്ടർ ഈസ് എ ഫേം ഓർ പേഴ്സൺ who does the preliminary work related to the formation of company. ഒരു കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, പ്രിലിമിനറി വർക്കുകൾ ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോർമലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാക്സിമം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.